എല്ലാവർക്കും കേശുവിന്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പൊ ഇന്ന് ആടിയറുതിയാണ്. ആടിയറുതി എന്ന് പറയുമ്പോൾ കർക്കിടകത്തിലെ അവസാനത്തെ ദിവസം. കർക്കിടകം 32 ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. എല്ലാ മാസവും എല്ലാ പ്രാവശ്യം കർക്കിടകം 32, മിഥുന എന്തോ ഇങ്ങനെ അമ്മ പറഞ്ഞ് എനിക്കൊരു ഓർമ്മയുണ്ട് 32 ദിവസം ഉണ്ടെന്ന്. ഈ മാസം ഈ വർഷം കർക്കിടകം ഉണ്ട് 32. എല്ലാ വർഷവും അങ്ങനെ ആയിരിക്കും. ഞാൻ പറയണ പൊട്ടത്തരമാണെന്നൊന്നും എനിക്ക് അറിയില്ല. ഓഹ്, എങ്ങനെയെങ്കിലും ഈ കുന്തം ഒന്നങ്ങ് കഴിഞ്ഞ് പോയാൽ മതിയായിരുന്നെന്ന് വിചാരിക്കുമ്പോഴേക്കും 32 ദിവസവും. സത്യം പറഞ്ഞ അടിപൊളിയായിരുന്നു കേട്ടോ ഇപ്പോഴത്തെ കർക്കിടകം, പറയാതിരിക്കാൻ പറ്റണില്ല. എന്തായാലും ഇന്നും കൂടെ ആയിട്ട് അങ്ങ് ഒഴിഞ്ഞു പോവയല്ലേ. നാളെ തൊട്ടെങ്കിലും ദൈവം സഹായിച്ച് നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കട്ടെ. എല്ലാവരുടെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്കാണെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ഈ പറഞ്ഞില്ലേ, ഇതുവരെ എനിക്ക് അങ്ങോട്ടൊന്നും ശരിയായില്ല. കൈവേദന അതുപോലെ തന്നെ ഉണ്ട്. പക്ഷെ ഭയങ്കര ക്ഷീണം എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും ക്ഷീണം വരണതെന്ന് അറിയാൻ പറ്റും. കാരണം അവരൊക്കെ ചോദിക്കുന്നുണ്ട്, കണ്ണൊക്കെ ഒരുമാതിരി ഇങ്ങനെ ഉറക്കം വരണമെന്നൊക്കെയാണ് എന്നോട് ചോദിക്കുന്നത്. കണ്ണൊക്കെ ഇങ്ങനെ ചത്തിരിക്കുകയാണ്. ഈ വീഡിയോയിൽ കാണും പോലെയൊന്നും അല്ല കേട്ടാ. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് രാവിലെ എഴുന്നേക്കാൻ വയ്യ, വിളക്ക് കത്തിക്കാൻ വയ്യ, ഭയങ്കര മടിയാണ് ഇപ്പൊ അതിനൊക്കെ. ഇതും കൂടെ ഈ ഒരു ദിവസം കൂടെ കഴിയുമ്പോൾ എല്ലാം ശരിയായാൽ മതിയായിരുന്നു. എനിക്കാണെങ്കിൽ ഇങ്ങനെ അങ്ങ് ഇരിക്കണത് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. എപ്പോഴും നമ്മളിങ്ങനെ ആക്റ്റീവായിട്ടിരിക്കണ്ടേ. ചുമ്മാ ഒടിഞ്ഞു കുത്തി ഇരിക്കണത് വലിയ താല്പര്യമില്ല. പക്ഷെ എന്തോ ഭയങ്കര ഒരു മടി എന്തൊക്കെയോ എനിക്ക് സംഭവിച്ചിരിക്കുകയാണ്. അതിനിപ്പോ മാറുമായിരിക്കും. എനിക്ക് തന്നെ ഇപ്പോഴത്തെ എന്നെ ഇഷ്ടപ്പെടണില്ല. എപ്പോഴും എനിക്കിങ്ങനെ എന്താണ് ചിന്ത അറിയാമോ, ഒന്നങ്ങ് കിടക്കണം. തലവേദനയാണെങ്കിൽ നല്ല തലവേദനയാണ്. രാവിലെയും ഗുളിക കഴിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. വിളക്ക് കത്തിക്കുന്നതൊക്കെ ഇപ്പൊ ചിലപ്പോൾ ചേട്ടനൊക്കെ ആയിരിക്കും കത്തിക്കണത്. ഭയങ്കര മടി. അങ്ങനെ ഞാൻ ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് നിന്നിട്ട് ഇങ്ങനെ നിന്ന് കറങ്ങും. എന്തൊക്കെ ചെയ്യണം. മുമ്പ് ഞാൻ ഇങ്ങനെ ഓടിച്ചാടി നടക്കുമെന്ന് പറയില്ല, അതുപോലെ നടന്നുകൊണ്ടിരുന്നതാണ്. പിന്നെ എല്ലാവർക്കും എല്ലാ ദിവസങ്ങളും നല്ലതായിരിക്കണമെന്നൊന്നുമില്ല, അതുകൊണ്ടായിരിക്കാം. എന്തോന്ന് പറയാം. എന്തായാലും ഇന്നത്തെ ദിവസവും എനിക്ക് രാവിലെ തൊട്ട് നല്ല ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അതൊന്നും മുഖവിലേക്ക് എടുക്കണില്ല. വീട് മൊത്തം അതിപ്പോ ഇപ്പൊ എന്റെ മൂഡ് എങ്ങനെയാണെന്ന് എന്റെ വീട് കാണുമ്പോൾ അറിയാൻ പറ്റും. എനിക്ക് നല്ല സൂപ്പറായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന ദിവസമാണെങ്കിൽ വീടൊക്കെ നല്ല ഭംഗിയായിട്ട് നല്ല ഇതായിട്ട് കിടക്കും. അല്ലാത്ത ദിവസങ്ങളിൽ അങ്ങനെ അങ്ങ് കിടക്കും. ഇപ്പോഴും അതുപോലെയാണ്. വീടൊക്കെ ഞാൻ കുറച്ച് ദിവസമായി നല്ലതുപോലെയൊക്കെ വീടിനെയൊക്കെ ശ്രദ്ധിച്ചിട്ട്. അപ്പൊ അതിൻ്റെതായ ഒരുപാട് കുഴപ്പങ്ങളും കാര്യങ്ങളും ഒക്കെ വീടിനുണ്ട്. അപ്പൊ ഇന്നെനിക്ക് ജോലി ഇരട്ടിയാണ്. ഒരുപാട് ക്ലീനിങ് ഉണ്ട്. അടുക്കളയൊക്കെ തന്നെ ഒരുപാട് ക്ലീനിങ്ങും കാര്യങ്ങളും ഉണ്ട്. ഇന്ന് മൊത്തം എല്ലാം അടിച്ച് കളഞ്ഞ് ഈ മൂദേവീനെയും കൂടെ വീട്ടിലുള്ള, ഞാനല്ല, വീട്ടിൽ ബാധിച്ചിരിക്കുന്ന മൂദേവിയൊക്കെ അടിച്ച് കളഞ്ഞിട്ട് ശ്രീദേവീനെ നാളെ അകത്തോട്ട് കയറ്റണം. അപ്പൊ ഇനി അടുക്കള തൊട്ട് തുടങ്ങാന്ന് വിചാരിച്ച്. അടുക്കളയിലൊക്കെ കുറെ സാധനങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. എന്തായാലും നമുക്ക് ഇനി ജോലി തുടങ്ങാം. പിന്നെ മോന്റെ ഇന്നലത്തെ പ്രോഗ്രാം നല്ല നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞു. എന്നാലും എന്തോ പിന്നെ മോന് കുഞ്ഞിലേ തൊട്ടേ പട്ടാളക്കാരനാവണമെന്നാണ് ആഗ്രഹം. കൊച്ചിലെ തൊട്ടേ അവൻ പറയാം അവന് തോക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഭയങ്കര ഇഷ്ടം. പട്ടാളം നമുക്കും അതിൽ താല്പര്യമുണ്ട്. പട്ടാളത്തിൽ വിടണമെന്ന് ചില അമ്മമാരൊക്കെ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ വീട്ടിൽ തന്നെ രമ്യജിയൊക്കെ ആയിരുന്നാലും പറയും, അയ്യോ പട്ടാളം വേണ്ട എന്ന് പറയും. വേറൊന്നും കൊണ്ടല്ല, പേടിയാണ് കൊച്ചുങ്ങളെ പട്ടാളത്തിലൊക്കെ. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല എന്തേലുമൊക്കെ. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്നറിയാമോ, എല്ലാ അച്ഛനമ്മമാരും ഞങ്ങളെ മക്കളെ അങ്ങനെ വിടാൻ താല്പര്യമില്ല, അങ്ങനെ വിടൂല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ രാജ്യത്തിന് ഇത്രയും പട്ടാളക്കാരുണ്ടാവുമായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ബലം പ്രയോഗിച്ച്, പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ബലം പ്രയോഗിച്ച് പട്ടാളത്തിൽ ചേർക്കണ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നെന്ന്. അപ്പോ എല്ലാവരും അങ്ങനെ വിചാരിച്ചിരുന്നെങ്കിൽ ഇപ്പോഴും വീണ്ടും അതുപോലെയൊക്കെ ചെയ്യേണ്ടി വരൂലായിരുന്നു. അപ്പൊ ഇനി അവന്റെ തലവിധി എന്താണെന്ന് അറിയില്ല. മോന് പട്ടാളത്തിൽ ചേരാനാണോ വിധി കിടക്കണത് ഒന്നും അറിയില്ല. മോന്റെ ഇപ്പോഴത്തെ അംബീഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്ത് ചോദിച്ചാലും പറയണത് പട്ടാളക്കാരനാവണോന്നാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ളതല്ല. അവന് കുറച്ച് അറിവായി തുടങ്ങിയപ്പോ തൊട്ട് അവന് ഹീറോ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നാണ് തോന്നിയത്. പറഞ്ഞ ഹനുമാൻ സ്വാമിയെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ ഈ കുറച്ച് ഹീറോയിസ് ഉള്ളവരെയൊക്കെ അവന് ഇഷ്ടമാണ്. പട്ടാളക്കാരെ അവന് ഭയങ്കര ഇഷ്ടമാണ്. പട്ടാളത്തിന്റെ യൂണിഫോം ഒക്കെ കാണുമ്പോഴും ചിലപ്പോ നമുക്ക് റോഡിലൊക്കെ പോകുമ്പോൾ പട്ടാളക്കാർ ഇങ്ങനെ പോണ കാണാമല്ലോ വണ്ടിയിലൊക്കെ. അപ്പൊ അതൊക്കെ അവനിപ്പോ ഭയങ്കര ഒരു ഹരമാണ്. അപ്പൊ അവന് അതാണ് വിധി എന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് അതിനെ തടുത്തിട്ട് കാര്യമില്ല. പട്ടാളക്കാരനാവാനാണ് മോന്റെ വിധിയെങ്കിൽ അവൻ അതാവും. പക്ഷെ നമ്മളായിട്ട് പട്ടാളക്കാരനാവണം എന്ന് പറയണില്ല. നമ്മൾ എന്തായാലും പിന്തിരിച്ച് വിടൂല. അപ്പൊ അത് നല്ലതല്ലേ. അപ്പൊ ഇനി നമുക്ക് ജോലി നോക്കാം. ഇപ്പം ഡീപ്പ് ക്ലീൻ ആണ് ചെയ്യണ്ടേ. അപ്പൊ ഇവിടെ ഇരിക്കുന്ന സംഭവങ്ങളൊക്കെ എല്ലാം എടുത്ത് മാറ്റണം. കുറെ സംഭവങ്ങളൊക്കെ ആവശ്യമില്ലാത്തതൊക്കെ അവിടെ എവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. എന്ത് കിട്ടിയാലും എന്തേന്നറിയാമോ, നേരെ കൊണ്ട് ഇവിടെ അങ്ങ് വെക്കും.
കുറെ ഭരണിയൊക്കെ ഒഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് രമ്യേച്ചിക്ക് ഒരു സമയത്ത് പ്രാന്തായിരുന്നു. ഭരണി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് കുറെ ഭരണികൾ വാങ്ങിച്ചു വെക്കണമെന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും എവിടെ കണ്ടാലും ഇപ്പൊ വില ചോദിക്കും. ഭയങ്കര വിലയില്ലേ, വില ചോദിക്കാൻ ഇവള് വാങ്ങൂലായിരുന്നു. പിന്നെ മണികണ്ഠമ്പലത്തിൽ പോയപ്പോഴത്തേക്കാണ് അവിടെ നിന്ന് ഭരണികൾ വാങ്ങിക്കാൻ തുടങ്ങിയത്. ഈ ഇരിക്കുന്ന മുഴുവൻ ഭരണിയും മണികണ്ഠമ്പലത്തിൽ നിന്ന് വാങ്ങിച്ചതാണ്. അവിടെ നല്ല വിലക്കുറവിൽ കിട്ടുമായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നറിയുമോ, നമ്മൾ ഈ കബോർഡിന് കുറച്ച് മാച്ച് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ കുറച്ച് എന്ത് പറയാനായിട്ട് ഇതൊക്കെ വയ്ക്കുമ്പോൾ കുറച്ച് ട്രഡീഷണൽ ആയിട്ട് തോന്നും എന്നാണ് എന്റെ വിചാരം. എന്റെ കാര്യമല്ല, എന്റെ കാര്യമല്ല എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ വാങ്ങിയതാണ് ഈ കളറിലുള്ള കുറേ ഭരണികൾ. നമ്മള് കിട്ടുന്ന സാധനമൊക്കെ കൊണ്ട് ഇങ്ങനെ ഇടയിലോട്ട് വയ്ക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ. നമ്മൾ വീടൊക്കെ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യണതാണെന്നുണ്ടെങ്കിലും നമ്മളൊരു ഡീപ്പ് ക്ലീനിങ് എന്നും പറഞ്ഞ് ഇറങ്ങണ സമയത്തുണ്ടല്ലോ, എൻ്റെ പൊന്നോ, ഇല്ലാത്ത പൊടിയോ അഴുക്കോ ഒന്നും കാണൂല. നമ്മൾ ഈ കാണുന്ന ഭാഗം മാത്രം ഇങ്ങനെ ക്ലീൻ ചെയ്ത് വിടയല്ലേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ ഡീപ്പായിട്ട് അതിലോട്ട് ഇറങ്ങി ചെല്ലൂലല്ലോ. ഞാനിവിടെ ഓരോ കൗണ്ടറുകളും നോക്കിയപ്പോൾ എന്തുമാത്രം ടിന്നുകൾ ഇരിക്കണമെന്ന് അറിയാമോ. ഒരുപാട് ടിന്നുകൾ, കാര്യങ്ങൾ, കുറേ കാണാതെ പോയ ലൊട്ടിലൊടുക്ക് സാധനങ്ങളൊക്കെ ഇതേപോലെ ക്ലീനിങ്ങിന് ഇറങ്ങണ സമയത്താണ് അവിടെ നിൽക്കെ കിട്ടണത്. പിന്നെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ചേച്ചി ഈ കബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാത്ത, അല്ല കബോർഡൊന്ന് മാറ്റി പുതിയതാക്കാത്തത് എന്താ, ചേച്ചി ആ കബോർഡൊന്ന് മാറ്റി എങ്കിൽ അടുക്കള കാണാനായിട്ട് കുറച്ചുകൂടി ലുക്കായിരിക്കുമെന്ന്. നമുക്കും അറിയാം. നമ്മളിപ്പോൾ ഈ വീട് കഴിഞ്ഞ ഈ സമയത്തൊക്കെ ആയിരുന്നു ഞങ്ങൾ വീട് ഫുള്ള് പെയിൻ്റൊക്കെ അടിച്ച് റിന്യൂവൽ ചെയ്ത് മേളിൽ ഒക്കെ കെട്ടിയത്. ആ സമയം തൊട്ട് നമ്മൾ ആ ഒരു പ്ലാനിങ് ഒക്കെ ഇട്ട് വെച്ചതാണ്. പിന്നീട് അത് നടന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ പെട്ടെന്ന് ചെന്ന് അടുക്കളയിൽ തൊട്ടാൽ ഒരുപാട് എക്സ്പെൻസ് ആവും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് പോയിട്ട് ഒന്ന് പ്ലാൻ ചെയ്ത് അടുക്കള ഒന്ന് ശരിയാക്കി എടുക്കാനായിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ താഴത്തെ കബോർഡും കാര്യങ്ങളും എല്ലാം അങ്ങനെ ഇരിക്കണം. മേളിലത്തെ കബോർഡിനൊന്നും ഒരു പ്രശ്നമില്ല, താഴത്തതിന് മാത്രമാണ്. അതും മെയിനായിട്ടുള്ള 1-2 കാര്യത്തിനും മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പോൾ നമുക്ക് ഇനിയും ഒരുപാട് പ്ലാൻ ഉണ്ട് ഇതിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ അങ്ങ് ഇരിക്കുകയാണ്. ഇടയ്ക്ക് വെച്ച് നമ്മൾ തിരക്കിയൊക്കെയാണ് ഇതൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളതിനെയൊക്കെ പറ്റി നമ്മളൊന്ന് അന്വേഷിക്കുകയൊക്കെ ചെയ്ത്. എന്നിട്ടും അത് നടന്നില്ല. പോകെ നമ്മൾ അടുക്കളയും നല്ല സുന്ദര കുട്ടപ്പനായിട്ട് മാറുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പൊടിയടിച്ച് വൃത്തിയാക്കിയിട്ട് വെളിച്ചെണ്ണയും കുറച്ച് പച്ചവെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് തുടച്ചെടുക്കും. അപ്പം നല്ല പളപളായിരിക്കും. ഇല്ലെങ്കിൽ പച്ചവെള്ളത്തിന് പകരം വിനാഗിരി ഒഴിക്കണം. നല്ല വെയിൽ കാണണം. അപ്പൊ ഞാൻ വിചാരിച്ചു ആ സമയം കൊണ്ട് ഈ കർട്ടനുകളൊന്ന് കഴുകാനിട്ടാലേ ഈ വെയിലത്ത് തന്നെ ഇത് പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ. അപ്പൊ അതിനെ ഒന്ന് കഴുകാനിട്ടതിന് ശേഷം ബാക്കി ജോലി ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഇത് പിന്നെ പെട്ടെന്നല്ല പിന്നീട് നടക്കൂല. പിന്നെ രാത്രിയൊക്കെ ആകുമ്പോൾ കർട്ടൻ ഇല്ലാതിരിക്കുമ്പോൾ എന്തോ പോലെ തോന്നും. നമ്മൾ കർട്ടനൊക്കെ ഇട്ട് ശീലിച്ചത് കൊണ്ട് എല്ലാം കൂടി ഒരു തുറന്നടിച്ച് കിടക്കും പോലെ കിടക്കുമല്ലോ. അപ്പൊ ഇത് പെട്ടെന്ന് ഇതും കഴുകാൻ. ഇപ്പൊ ഈ പറയും പോലെ മഴയാണ്, എന്നാൽ മഴയും ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. നമ്മൾ തുണികളൊക്കെ കഴുകി അങ്ങോട്ട് കൊണ്ട് വെളിയിലോട്ട് ഇടുമ്പോഴേക്കും മഴ അങ്ങ് ചന്നം പിന്നെ അങ്ങ് തുടങ്ങും. എല്ലാം കൂടെ വാരി എടുത്ത് അകത്തോണ്ട് ഇടുമ്പോഴേക്കും മഴ തീരുകയും ചെയ്യും. കർട്ടനൊക്കെ കഴുകാനായിട്ടൊക്കെ മടിക്കുന്ന കാര്യവും അതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ആടി അറുതി എന്നുള്ളൊരു പ്രോസസ്സ് കിടക്കുന്നത് കൊണ്ട് നമുക്ക് ഇതൊക്കെ എല്ലാം ഫുള്ളൊന്ന് ക്ലീൻ ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ ആ കബോർഡുകളൊക്കെ എല്ലാം വൃത്തിയാക്കി. അതിനിടയ്ക്ക് ആ കർട്ടനൊക്കെ കഴുകാൻ ഇട്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇതിവിടെ ശരിയാക്കി വരുമ്പോഴത്തേക്ക് കർട്ടനൊക്കെ അങ്ങ് ഉണങ്ങി കിട്ടുമല്ലോ. ഇനി ഈ സംഭവങ്ങളെല്ലാം അങ്ങനെ മേളിലോട്ടാക്കണം. അപ്പൊ ഇവിടെ മൊത്തം അങ്ങ് വൃത്തിയാവും. പിന്നെ ഈ ഭരണികളൊന്നും ഇപ്പൊ കഴുകാൻ പറ്റൂല. ഇതിലൊക്കെ സാധനങ്ങൾ ഇരിക്കണോണ്ട് ഇതൊക്കെ അങ്ങ് തുടച്ചങ്ങ് വെക്കാം. സാധനങ്ങൾ തീരുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഇതിനൊക്കെ എടുത്ത് ഒന്ന് കഴുകിയൊക്കെ വെക്കാറുണ്ട്. ഇതിലൊന്നും ഒന്നുമില്ല, ഒരു ഷോയ്ക്ക് വെച്ചിരിക്കുന്നതാണ്. കുറെ ടെന്നുകൾ ഇരിപ്പുണ്ടായിരുന്നു അതിന്റെ ഇടയിലൊക്കെ. അതിനെയൊക്കെ എല്ലാം ഇതൊന്നും എടുത്ത് കളയാനും പറ്റൂല. എന്തെങ്കിലും ആവശ്യം വരുമ്പോ, ചിലപ്പോ എന്തെങ്കിലും കാര്യം വരുമ്പോ ഒറ്റ ടെന്ന് കാണൂല. ഇതിനെല്ലാം കൂടെ ഒരു കവറിലാക്കിയെന്ന് വെച്ചാൽ പിന്നെ അത് എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോ എടുക്കാമല്ലോ. കുറെ ടെന്നായിട്ട് ചില ദിവസങ്ങളിൽ ഞാനും അമ്മയും കൂടെ എന്തെങ്കിലും ഇട്ട് വെക്കാൻ വേണ്ടി ഇതിന്റെ ഇടയിൽ ഇരിക്കണേന്ന് ഓർമ്മയില്ല. ഇവിടെ കിടന്ന് ടിന്ന് നോക്കി കണ്ട. ഇപ്പൊ ഇത്രയും ടിന്നുണ്ടായിരുന്നു. ഒന്നും വേണ്ട, അതൊക്കെ എടുത്തങ്ങ് വെക്കാം.
ഒരു കവർ നിറയട്ടെ. ഇനി അവിടെയൊക്കെ കാണും വൃത്തിയാക്കുമ്പോഴത്തേക്ക്. ഇത് ഏകദേശം ഇവിടെ ഒന്ന് ഒതുങ്ങി കിട്ടി. അടച്ചങ്ങ് വെക്കട്ടെ. കേശുക്കുട്ടൻ സ്കൂളിൽ പോയ സമയത്താണ് ഇതൊക്കെ ചെയ്യാനായിട്ട് ഏറ്റവും പറ്റിയ സമയം. വന്നാലും എൻ്റെ വാല് പോലെ കാണും. ഇതിനെല്ലാത്തിനും കൂടെ നിൽക്കുകയും ചെയ്യും. മോൻ ഇങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ 100 കുരുത്തക്കേടും ആയിരിക്കും. ഒരു കാര്യം ചെയ്തിട്ട് അവൻ അതിൽ എന്തൊക്കെ കുരുത്തക്കേട് കാണിക്കാമെന്നായിരിക്കും അവൻ നോക്കണത്. അങ്ങനെ അടുക്കള ഒരുവിധം ഒതുങ്ങി. അടുക്കള ഒതുങ്ങിയപ്പോ തന്നെ അയ്യോ തളർന്ന്. ഇനി ഇത്രയും സ്ഥലമുണ്ട്, എന്തോന്ന് ഹാളുണ്ട്, റൂമുകളുണ്ട്, അതെല്ലാം ഇന്ന് വൃത്തിയാക്കിയേ പറ്റുള്ളൂ. എന്തായാലും ഇതൊന്നങ്ങ് ഒതുങ്ങിയപ്പോ സമാധാനം. മഴയില്ല ഏട്ടാ, നല്ല വെയിലായിട്ട് കിടക്കുകയാണ്. തുണികൾ ഉണക്കി പറക്കാനും ഉണ്ട്. 2 ദിവസം കൊണ്ട് ഞാനിപ്പോ നേരെ വീട്ടിൽ നിൽക്കണില്ല, കടയിലൊക്കെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ എല്ലാം മുടങ്ങി കിടക്കുകയാണ്. ഇന്നിപ്പോ മീനൊന്നും കിട്ടിയില്ല. ചോറും രാവിലത്തെ സാമ്പാറും ഉണ്ട്, തൈര് ഇരിപ്പുണ്ട്, മുട്ട ഇരിപ്പുണ്ട്. അപ്പൊ ഇന്നിനി അതേ ഉള്ളു, ചോറും തൈരും മുട്ടയും സാമ്പാറും ഒക്കെ ആയിരിക്കും. എല്ലാം കൂടെ നമുക്ക് നടക്കൂലല്ലോ. രാവിലെ കേശുവിന് ഇഡലിയും സാമ്പാറും ദോശയും സാമ്പാറും വേണോന്ന് പറഞ്ഞ് അത് കൊടുത്തു വിട്ടു മോന്. ഇനിയിപ്പോ ഇന്നിനി മോനെ വിളിക്കാൻ പോകാനും എനിക്ക് നേരം കാണൂല, ചേട്ടൻ പോയി വിളിച്ചോളും. ഇനി ഒന്ന് അടിച്ചു വാരി ഇടണം. കുറച്ച് കഴിഞ്ഞിട്ട് തുടക്കലും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അടുക്കള ഒന്ന് ഒതുങ്ങിയെന്ന് പറഞ്ഞപ്പോൾ തീർന്നു. എന്തുമാത്രം കാര്യങ്ങളാണ് ആ സമയം കൊണ്ട് ചെയ്തതെന്നറിയാമോ? അടുക്കള ക്ലീനാക്കി കിട്ടിയപ്പോൾ തന്നെ എൻ്റെ നടു ഒടിഞ്ഞ അവസ്ഥയാണ്. നമ്മൾ ഈ തൊട്ട് ഓരോന്ന് ക്ലീൻ ചെയ്ത് വരുമ്പോഴേക്കും ഒരുപാട് സമയം എടുക്കും പോലെ ആവും. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ആ റിസൾട്ട് കാണുമ്പോൾ ഉണ്ടല്ലോ, നല്ല രസമായിട്ട് ഫുള്ളിങ്ങനെ ക്ലീനായിട്ട് കിടക്കുമ്പോൾ നല്ല ഭംഗിയാണല്ലോ. അങ്ങനെ അത് മൊത്തം ഒന്ന് വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് കുപ്പികളൊക്കെ അതിൽ വെള്ളം ഒഴിച്ച് വെച്ചിരിക്കണം, അതൊന്ന് കഴുകി വെക്കാനായിട്ട്. ബാക്കിയെല്ലാം നീറ്റായി സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം അടുക്കള ഒതുക്കിയില്ലെങ്കിൽ പിന്നെ പാടായിരിക്കും. ലാസ്റ്റ് അടുക്കള ഒതുക്കാൻ നിന്നാൽ പറ്റൂല. ഇപ്പോൾ സമയം. അപ്പോൾ ഇനി ചോറ് തിന്നിട്ട് ബാക്കി പരിപാടി നോക്കുക. ഇനി 2 റൂമുകളുണ്ട്. പിന്നെ കട്ടയിട്ടത് കഴുകാനായിട്ടിട്ടത് ഉണങ്ങിയാന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇനി അല്ല ശരിയായാന്ന് അറിഞ്ഞുകൂടെങ്കിൽ അതിനെയും കൂടെ എടുത്തൊന്ന് വെയിലത്ത് പിടിക്കണം. നല്ല വെയിൽ, ഇപ്പോഴത്തെ വെയിൽ വിശ്വസിക്കാൻ പറ്റൂലല്ലോ. ഉച്ചയ്ക്ക് ശേഷം മഴയാണെങ്കിൽ പെട്ട്. അപ്പൊ അതൊന്ന് ഉണക്കി പറക്കി എടുക്കണം. അപ്പൊ ഇനി അത് നോക്കിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അടുക്കള കഴിഞ്ഞിട്ട് ഇതാ ഈ ഒരു റൂം ക്ലീൻ ചെയ്ത്, നമ്മളിപ്പോൾ ഡൈനിങ് റൂമായിട്ട് കൺവേർട്ട് ചെയ്ത റൂമാണ്. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ ഈ കബോർഡിലൊക്കെ ഉണ്ടല്ലോ കുഞ്ഞു വലകൾ കാണും, ചെറിയ വലകൾ. നമ്മൾ അടിച്ച് 2 ദിവസം കഴിയുമ്പോഴേക്കും അതിൽ ഭയങ്കരമായിട്ട് വല കിട്ടുമെന്നല്ല പറയണത്, ചെറിയ പൊടി പോലുള്ള വലകളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അടിക്കണം. പിന്നെ ഫാനൊന്ന് ക്ലീൻ ചെയ്യണം. ഈ ഫാന് മിക്കവാറും തൂക്കണ സമയത്തൊക്കെ ഒന്ന് പൊടിയടിച്ച് വിടാറുണ്ട്. നമ്മുടെ ഹാളിലെ ഫാനാണെങ്കിൽ വെള്ള കളർ ഫാനാണ്. അന്ന് ഭയങ്കര സംഭവമായിട്ടൊക്കെയാണ് വാങ്ങിച്ചത്. നല്ല ഭംഗിയായിരുന്നു, 4 ലീഫിൻ്റെത്. അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വെള്ള വാങ്ങി. സത്യം പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ പണി കിട്ടിയതെന്ന് പറയാം. അതിപ്പോൾ മൊത്തം അഴുക്ക് പിടിച്ച പോലെ ഇരിക്കുകയാണ്. വെള്ള എന്ന് പറഞ്ഞാൽ ഐവറി കളറായിരുന്നു. പിന്നെ ഈ പറയും പോലെ ഇവിടെയൊക്കെ നമ്മൾ കർട്ടൻ തൂക്കണ സ്ഥലമൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ പൊടിയും വലയും കാണും. പിന്നെ ഈ AC-യുടെ ഇടയിലൊക്കെ ഇങ്ങനെ ഇടഭാഗത്തൊക്കെ ചെറിയ വലകൾ കാണും. അപ്പോൾ നമ്മൾ ഈ മെയിനായിട്ട് കാണുന്ന വലകളൊക്കെ നമ്മളിങ്ങനെ തൂത്തോട്ട് പോകുമ്പോൾ തന്നെ വലയങ്ങ് അടിച്ചടിച്ച് പോകും. ഈ കുഞ്ഞു ഭാഗത്തൊക്കെ ഉള്ള വലകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണെന്ന് ശ്രദ്ധിക്കാതെ പോണത്. അപ്പോൾ അതൊക്കെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഡീപ്പ് ക്ലീനിങ് എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് മാത്രമേ ഇതൊക്കെ ചെയ്യുള്ളൂ. പിന്നെ ഞാൻ കുറേ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളതാണ്, വടക്കോട്ടൊക്കെ കർക്കിടകം തുടങ്ങണ സമയത്ത് കർക്കിടക സംക്രാന്തി എന്ന് അങ്ങനെ എന്തോ പറയണത്. ആ സമയത്താണ് അവരിങ്ങനെ മൂദേവി പോ ശീബോധി വാ എന്ന് പറഞ്ഞിട്ടൊക്കെ ചെയ്യണതും ശീബോധി വെക്കണതും ഒക്കെ. നമ്മുടെ ഈ ഭാഗത്ത്, തെക്ക് ഭാഗത്ത്, നമ്മുടെ തിരുവനന്തപുരത്തൊന്നും അങ്ങനത്തെ ഒരു ചടങ്ങേ ഇല്ല. നമുക്കതിനെപ്പറ്റി അറിഞ്ഞും കൂടെ. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയൊക്കെ ഇത്രയും സജീവമായ സമയത്താണ് ഇങ്ങനെയൊക്കെ ഒരുപാട് ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് തന്നെ അറിയണത്. നമ്മുടെ രീതി ഇങ്ങനെയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കർക്കിടകം അവസാന ദിവസമാണ് ആടി കളയണതെന്ന് പറയും. കർക്കിടകത്തിലെ ദോഷങ്ങളും ദുരിതങ്ങളും ആ ഒരു വർഷത്തെ കാര്യങ്ങളാണ് നമ്മൾ കളയണത്. അപ്പോൾ ആ ഡൈനിങ് റൂമൊക്കെ ഒരുവിധം അടിച്ച് വാരിയിട്ട് ഇപ്പുറത്തെ റൂമിലോട്ട് വന്നിനി ഇതിനെ ഒന്ന് അടിച്ച് വാരി ഇതിലൊക്കെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റണം. ബെഡ്ഷീറ്റ് ഇന്നലെയും മാറ്റേണ്ടതായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നലെ മാറ്റേണ്ട, ഇന്നാവുമ്പോൾ ആടി അറുതി ദിവസമായിട്ട് അതും കൂടെ അങ്ങ് ചെയ്യാമെന്ന്. ഇവിടെയും ജനലിലൊന്നും അധികം പൊടിയൊന്നുമില്ല. നമ്മൾ മിക്കവാറും ജനലിലേക്ക് പൊടിയടിക്കും. ഇതുണ്ട് ഈ കർട്ടൻ്റെയൊക്കെ ആ ഒരു ഭാഗത്തുണ്ടല്ലോ, അതിങ്ങനെ കർട്ടൻ ഊരുമ്പോഴാണ് നന്നായിട്ട് കാണാൻ പറ്റുന്നത്. അതൊക്കെ ഒന്ന് പൊടിയടിക്കാനുണ്ട്. അപ്പോൾ മോൻ വരാറായി.
ഇന്നിപ്പോൾ പിന്നെ വേവിക്കാനും എല്ലാത്തിനും കൂടി നിന്നില്ല. എല്ലാത്തിനും കൂടെ നിന്നാലും നമ്മൾ ചത്തു പോകില്ല, നമുക്ക് താൻ ചത്ത് മീൻ പിടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ഏറ്റവും സിമ്പിളായിട്ട് എന്തെങ്കിലും വെച്ച് അങ്ങ് മാറ്റുകയേ ഉള്ളൂ. അല്ലാണ്ട് എല്ലാ കാര്യവും കൂടെ നടക്കൂല. ഇന്നിപ്പോൾ ഈ വീഡിയോ കുറച്ച് ലേറ്റായിട്ടായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യണത്. സത്യം പറഞ്ഞാൽ ഒട്ടും സമയമില്ല. ഞാൻ പറഞ്ഞില്ലേ, അമ്മയും വീട്ടിലില്ല, കടയിൽ സ്റ്റാഫും ഇല്ല. അപ്പോൾ ആകെ ഞാൻ പെട്ട് കിടക്കുകയാണ്. എല്ലാ കാര്യങ്ങളും കൂടെ നടക്കണില്ല. പിന്നെ എനിക്ക് എൻ്റേതായ ചെറിയ പ്രശ്നങ്ങളും ഉണ്ട്. ഈ ക്ഷീണവും കാര്യങ്ങളും എല്ലാം കൂടെ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എന്തെന്ന് പറഞ്ഞാൽ, ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇറങ്ങുമ്പോൾ കുറച്ചും കൂടെ ആക്റ്റീവ് ആവും. ഇന്ന് ഉച്ചവരെ ഞാനിങ്ങനെ താങ്ങി തൂങ്ങിയാണ് നടന്നത്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷമാണ് ക്ലീനിങ്ങും കാര്യങ്ങളുമായിട്ടൊക്കെ ഇറങ്ങിയത്. അതിനുശേഷം കുറേ എനിക്കങ്ങ് മാറ്റം വന്നതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ഒരുപാട് ആക്റ്റീവ് ആയതുപോലെ തോന്നണുണ്ട്. അപ്പോൾ എനിക്കതൊരു കുറേയൊക്കെ നമ്മളെ മനസ്സാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. നമ്മളെ മനസ്സ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളും ഓക്കെയാണ്. അങ്ങനെ കേശു വരണതിന് മുന്നേ എല്ലാം തീർക്കണം എന്നായിരുന്നു എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. പക്ഷെ ഒന്നും നടന്നില്ല. നമ്മൾ ക്ലീനിങ്ങിനായിട്ട് തുടങ്ങുമ്പോൾ അറിയാമല്ലോ, തൊട്ട് ഒരുപാടുണ്ടായിരിക്കും. പിന്നെ മോന് കൂടെ വന്നതിന് ശേഷം അവനെ ഒന്ന് ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് ഒതുക്കിയിട്ടാണ് അടുത്ത് വീണ്ടും തുടങ്ങിയത്. എന്തായാലും ഒരു 6 മണിയാകുമ്പോഴേക്ക് ഫുൾ അടിച്ച് വാരി തൂത്ത് തളിച്ച് വൃത്തിയാക്കി വെക്കണം. അതിന് ശേഷം ആടി കളയാനായിട്ടൊക്കെ പറ്റുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ചെറിയ സാധനത്തിലൊക്കെ ഇങ്ങനെ ചെറിയ പൊടികൾ കാണും. അപ്പോൾ അതിതാ ഇങ്ങനെയുള്ള ഈ ഒരു ചൂല് കൊണ്ടേ പറ്റുള്ളൂ. ഞാൻ മുറ്റം വീട്ടിനകം തൂക്കണത് കൊണ്ട് പൊടിയൊക്കെ അടിച്ചിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ക്ലീൻ ആവണില്ല. ഇതെടുത്ത് ഒരു 2 അടി അടിച്ചപ്പോഴേക്കും നല്ല സൂപ്പറായി. പിന്നെ ഈ ഒരു ഷോക്കേസൊക്കെ നമ്മളിപ്പം അങ്ങ് വിട്ടേക്കുകയാണ്. അത് കേശുവിൻ്റെ ഒരു പ്ലേ ഗ്രൗണ്ടായിട്ട് കിടക്കുകയാണ്. അതിനകത്ത് ഒരു സാധനങ്ങളും വാങ്ങിച്ച് വെക്കാനും പറ്റില്ല. ഒന്നും ഇരിക്കണത് തന്നെ അവൻ എപ്പോഴും എടുത്ത് സ്ഥാനം മാറ്റി അങ്ങനെ ഇങ്ങനെ. അപ്പോൾ മോനൊന്ന് വലുതാവണത് വരെ ഷോക്കേസ് നമ്മൾ തൊടണതേയില്ല. പിന്നെ ഇനി റൂമിൽ ഷീറ്റ് വിരിക്കണം. അപ്പോൾ ഷീറ്റ് വിരിക്കാനും എല്ലാത്തിനും ഞാൻ കേശുവിനെ കൂടെ നിർത്തിയിരിക്കുകയാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടൊന്നും അടുപ്പിക്കാതിരുന്നാൽ അവൻ 100 കുരുത്തക്കേട് കാണിക്കും. അതുകൊണ്ട് മോനും കൂടെ വാ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂടെ തന്നെ നിർത്തിയിരിക്കണോണ്ട് ശരി അമ്മേ ഞാനും കൂടെ സഹായിക്കാം അമ്മേ എന്നൊക്കെ പറഞ്ഞ് വലിയ ആളായിട്ട് ബെഡ്ഷീറ്റ് വിരിക്കാനും എല്ലാത്തിനും കൂടണുണ്ട് ആൾ. അങ്ങനെ അതെല്ലാം ഒന്ന് ഒതുക്കിയിട്ടാണ് പിന്നെ ഈ സ്റ്റെയറിലോട്ടും മേളത്തെ റൂമിലോട്ടൊക്കെ കയറിയത്. അപ്പോൾ ഈ സ്റ്റെയറിൻ്റെയൊക്കെ ഈ അടിഭാഗത്തൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തെല്ലാം ചെറിയ വലകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ സത്യം പറഞ്ഞത് ഈ സ്റ്റെയർ തൂത്തിട്ട് ഞാനൊരു 4-5 ദിവസമെങ്കിലും ആയില്ലെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെയറിന് എല്ലാ ദിവസവും ഒന്നും അടിച്ചു വാരുമല്ലോ, ഉള്ളതുപോലെ പറയാമല്ലോ. ഒരു 3-4 ദിവസം കൂടുമ്പോൾ തന്നെയാണ് ഈ സ്റ്റെയറൊക്കെ ഒന്ന് അടിച്ചു വരണത്. പിന്നെ ഇതാ ആ ഒരു ഹാങ്ങിങ് ലൈറ്റ് കാര്യങ്ങൾ അതിലൊക്കെ ഉണ്ട് വലകളും ചെറിയ പൊടികളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ എനിക്കിതാ ഈ ചൂല് കയ്യിലെടുത്തപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഈസി ആയി കേട്ടോ. പെട്ടെന്ന് എല്ലാം അങ്ങ് പൊടിയും ചപ്പും ചവറും എല്ലാം പോകും പോലെ തോന്നി. അപ്പോൾ കേശുവിന് ചെറിയ ഉറക്കമൊക്കെ വരണുണ്ട്. മോനങ്ങനെ ഉറങ്ങാനുള്ള പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വിചാരിച്ചു ഉറങ്ങണമെങ്കിൽ ഉറങ്ങട്ടെ എന്ന്. അപ്പോൾ അമ്മയില്ലാത്തപ്പോൾ ഞാനിങ്ങനെ സെറ്റിയിലാണ് മോനെ കിടത്തിയിരിക്കുന്നത്. മോൻ അകത്ത് പോയി കിടക്കൂല. അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ വന്നിട്ട് കിടന്ന് ഉറങ്ങുന്ന സമയത്ത് വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷമാണെങ്കിൽ അമ്മ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേക്ക് ഞാനങ്ങനെ സീരിയൽ കാണാൻ ഇരിക്കൂല. അപ്പോൾ ഞാനും കൂടെ മോൻ്റെ കൂടെ അങ്ങ് പോയി കിടക്കും. അവൻ എപ്പോഴും ഉറങ്ങുമ്പോൾ ഒരാളനൊക്കെ വേണം. ഒറ്റയ്ക്ക് കിടക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഇപ്പോൾ അവനറിയാമല്ലോ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ എന്നൊരു ബോധമുണ്ട്. അപ്പോൾ അകത്ത് കിടന്നാൽ 100 വട്ടം എഴുന്നേറ്റ് താഴെ വരും. അപ്പോൾ ഈ സെറ്റിയിൽ കിടത്തിയാൽ അവനറിയാം അമ്മ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ തന്നെ കാണുമെന്ന്. അപ്പോൾ സുഖമായിട്ട് കിടന്നങ്ങ് ഉറങ്ങിക്കോളും. അതുകൊണ്ട് ഞാൻ സെറ്റിയിൽ കിടത്തോളൂ. അങ്ങനെ ആൾ നടക്കുകയാണ് ഉറങ്ങാനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മുടെ കർട്ടനൊക്കെ കഴുകി വെച്ചിരിക്കുന്നതേ ഉള്ളൂ, ഒരു രക്ഷയില്ല. അപ്പോഴേക്കും വീണ്ടും മഴ പെയ്ത് പുറത്ത് കൊണ്ടിടണ കാര്യം ഒന്നും നടക്കില്ല. അപ്പം ഞാനിങ്ങനെ നല്ലതുപോലെ അതിനെ ഉണക്കി ഒരു 1-2 പ്രാവശ്യം ഉണക്കി എടുക്കുകയാണ് മെഷീനിലിട്ട്. അവസാനം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കർട്ടൻ അങ്ങ് ഫുള്ള് കഴുകി എടുത്തിട്ട് ഞാൻ പറഞ്ഞതുപോലെ വെളിയെ കൊണ്ടിടാൻ പറ്റൂല. അങ്ങനെ ഞാൻ വിചാരിച്ച് എന്ത് ചെയ്യാമെന്ന്. എന്തായാലും കർട്ടൻ ഇങ്ങനെ തൂക്കി ഇടുമ്പോഴേക്കും വിരിച്ചിടുമ്പോൾ അങ്ങ് കിടക്കയില്ലേ, അങ്ങനെ ചെറിയ കാറ്റ് കൊണ്ടങ്ങ് ഉണങ്ങട്ടെ എന്ന് വിചാരിച്ചു. അല്ലാതെ ഞാൻ എന്ത് ചെയ്യും, പുറത്ത് കൊണ്ടിടാൻ പെട്ടെന്ന് ഉണക്കി എടുക്കാമെന്ന് പറഞ്ഞാണ് കഴുകിയെടുത്തത്.
ഇനി അതേ രക്ഷയുള്ളൂ, അല്ലാതെ ഒരു പരിപാടിയും നടക്കൂല. അങ്ങനെ അതിൻ്റെ ആ ഒരു റൗണ്ടും അങ്ങനെ കുന്ത്രാട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് മെഷീനിലിട്ടപ്പോഴേക്ക് കുറേയൊക്കെ ഇളകിപ്പോയി. കുറേയൊക്കെ ഞാൻ വെക്കാൻ നോക്കി, ബാക്കി നടന്നില്ല. പിന്നെ ഞാൻ അതില്ലാതെയാണ് തൂക്കിയത്. ഇനിയിപ്പോൾ ചേട്ടൻ വന്ന് കാണുമ്പോഴേക്കും, നീ അതെല്ലാം എടുത്ത് കളഞ്ഞ, അത് പോട്ടെ കട്ടൻ പോട്ടെ, നിനക്കെന്ത്, നീ അതൊന്നും സൂക്ഷിക്കൂല എന്നൊക്കെ ആയിരിക്കും ഇനിയിപ്പോൾ പറയാൻ പോണത്. ചിലപ്പോൾ ശ്രദ്ധിക്കില്ല, ചിലപ്പോൾ ആളിതൊന്നും ശ്രദ്ധിക്കുകയില്ല. ആളിന് കടയുടെ കാര്യമാണ് എപ്പോഴും മെയിൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്ക് കടയാണല്ലോ നിങ്ങളുടെ ആദ്യത്തെ ഭാര്യ എന്ന് പറയാം, അത് കഴിഞ്ഞിട്ടേ ഞാൻ ഉള്ളൂ. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ ജീവിത മാർഗ്ഗം അതല്ലേ. അപ്പോൾ അതാണ് ചേട്ടൻ എപ്പോഴും മെയിൻ. കടയിൽ എന്ത് ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള ചെറിയൊരു കംപ്ലൈൻറ്റ് എന്ത് കാര്യം ഉണ്ടെങ്കിലും അപ്പോഴത് നോക്കി പരിഹരിക്കും. വീട്ടിലെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞാൽ മാത്രമാണ് പുള്ളിക്കാരെ ശ്രദ്ധിക്കുന്നത് തന്നെ. അപ്പോഴും പറയും, വീട്ടിലെ കാര്യം നോക്കാൻ നീ ഉണ്ടല്ലോ എന്ന് പറയും. ഒരു കാര്യങ്ങളും വീട്ടിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങളൊന്നും ഒരു കാര്യങ്ങളും ആൾ ശ്രദ്ധിക്കാറ് പോലുമില്ല. ഞാൻ പറയണ സമയത്താണ് ആൾ അറിയണത് പോലും. അവിടുത്തെ ലൈറ്റ് കംപ്ലൈൻ്റ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. അത് എല്ലാവരുടെ വീട്ടിലും അങ്ങനെ ആയിരിക്കും. ആണുങ്ങൾക്ക് അവരുടേതായ ഒരുപാട് കാര്യങ്ങളില്ലേ, തിരക്കും കാര്യങ്ങളും. അങ്ങനെ വീടിനകമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇനി പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ എൻ്റെ പാവലിനെ കാരണം എനിക്ക് നിവർത്തിയില്ല. ഇപ്പം എനിക്ക് തോന്നണത് ഈ പാവൽ ഇത്രയും ഇങ്ങനെ കായ്ക്കാനായിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് അറിയുമ്പോൾ, ഞാൻ ആ കാര്യമേ മറന്നു പോയായിരുന്നു. ഒരു സബ്സ്ക്രൈബർ ആരാണെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. ഞാൻ ആദ്യമായിട്ട് 2 പാവയ്ക്ക് കായ്ച്ച സമയത്ത് അതിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ആരോ എനിക്ക് കമൻറ്റ് ചെയ്തായിരുന്നു, പാവൽ നിറയെ കായ്ക്കാനായിട്ട് കുറച്ച് കോഫി പൗഡർ ഉണ്ടല്ലോ, കോഫി പൗഡർ എടുത്തിട്ട് കാപ്പിപ്പൊടി എടുത്തതിന് ശേഷം നമ്മുടെ തലേ ദിവസത്തെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ട് പിറ്റേന്ന് എടുക്കണം. കഞ്ഞിവെള്ളം പുളിപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് കോഫി പൗഡറും കൂടെ തട്ടി ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ മൂട്ടിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി, നല്ലതുപോലെ പാവൽ കായ്ക്കുമെന്ന് പറഞ്ഞ് ചിലപ്പോൾ അങ്ങനെ ഞാൻ ഒരു ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണോ എന്ന് എനിക്കറിയില്ല ഇങ്ങനെ കൊലകുത്തി കായ്ക്കാനായിട്ട് തുടങ്ങിയത്. പിന്നെ ഈ ചെമ്പരത്തി ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെട്ടി നിർത്തുന്നതാണ്. എനിക്കിപ്പോൾ ഈ പാവൽ ഫുൾ അതിൽ പടർന്ന് കിടക്കുന്നത് കൊണ്ട് ചെമ്പരത്തിനെ ഒന്നും ചെയ്യാൻ പറ്റണില്ല. ചെമ്പരത്തി ആണെങ്കിൽ ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആ സമയം കൊണ്ട് പടർന്ന് എല്ലാം കൂടെ ഒരു കാവ് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് എന്തായാലും അതിനെ വെട്ടിയിട്ടേ കാര്യമുള്ളൂ. അങ്ങനെ പാവലിൻ്റെ വള്ളിയൊക്കെ ഞാൻ കുറേയൊക്കെ ഒന്ന് പൊട്ടിപ്പോവാണ്ടൊക്കെ വലിച്ചെടുത്ത് അങ്ങ് മേളിലോട്ടൊക്കെ ഇട്ടിട്ട് ചെമ്പരത്തി വെട്ടാമെന്ന് വിചാരിച്ചു. നിറച്ച് പൂത്ത് കിടക്കുകയാണ്. ആ പൂ കാണുമ്പോൾ വെട്ടാനും മനസ്സില്ല. പക്ഷേ വെട്ടി ഒതുക്കി നിർത്തിയാൽ മാത്രമേ ഇനിയും ഇത്രയും പൂ എനിക്കത് തരയുള്ളൂ. പിന്നെ നമുക്ക് സ്ഥലക്കുറവ് കാരണം അങ്ങനെ നിർത്തിയിട്ടേ കാര്യമുള്ളൂ. അങ്ങനെ ഞാൻ പാവലിന് ദോഷം വരാത്ത രീതിയിൽ നോക്കിയും കണ്ടൊക്കെ മുറിക്കുകയാണ്. ഇനി അടുത്ത മാസം ആകുമ്പോഴേക്ക് അത്തത്തിന് എനിക്ക് ചെമ്പരത്തിപ്പൂ വേണം, അത്തം ഇടണ്ടേ നമുക്ക്. അപ്പോൾ അതും കൂടെയൊക്കെ എല്ലാം കണക്ക് കൂട്ടി ആലോചിച്ചൊക്കെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യണത്. അങ്ങനെ ചെമ്പരത്തി അതൊക്കെ നോക്കി കുറേ ഭാഗമൊക്കെ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഈ സമയത്തൊക്കെ നമുക്കിവിടെ പണി നടക്കുകയാണ്. അപ്പോൾ തിരുവോണത്തിൻ്റെ തലേ ദിവസം വരെ, പൂരാടത്തിൻ്റെ അന്ന് വരെ ഇവിടെ പണിയുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ എന്തെന്ന് വെച്ചാൽ ഞാൻ അത്തം മുതൽ അത്തം ഇട്ട സിറ്റൗട്ടിലായിരുന്നു അത്തം ഇട്ടത്. അത്തം ഇട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും പണിക്കാർ വരുമ്പോഴേക്കും അവർക്ക് നടക്കാൻ സ്ഥലമില്ല. അതെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരും. എന്നാലും പിറ്റേന്ന് അടുത്ത ദിവസവും ഞാൻ വീണ്ടും എഴുന്നേറ്റ് അത്തം ഇടും. അതൊക്കെ മോന് കാണുമ്പോഴും ഒരു രസമാണ്. എനിക്കും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ആ ചടങ്ങ് മുടക്കിയിട്ടില്ല. പക്ഷേ അത് കറക്റ്റ് പൂർണ്ണതയിൽ എത്തിയതുമില്ലായിരുന്നു. പിന്നെ ആ ഒരു ഭാഗത്തൊക്കെ ആവശ്യമില്ലാത്ത കുറച്ച് ചട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിനെയൊക്കെ മാറ്റി അവിടെയൊക്കെ അങ്ങ് നല്ല എല്ലാം വൃത്തിയാക്കി എടുക്കുമ്പോഴേക്ക് എൻ്റെ പൊന്നോ എന്തൊരു ഭംഗിയാണ്. ശ്രീദേവി ഓടിക്കയറി വരുമെന്നപ്പോൾ തോന്നും. അതുവരെ ഇല്ലാത്തൊരു ഭംഗി, ഐശ്വര്യം, ഒരു പോസിറ്റിവിറ്റിയൊക്കെ വരുമല്ലോ നമ്മൾ ഫുള്ളൊന്ന് അടിച്ച് വാരി തൂത്ത് ക്ലീനാക്കി ഇട്ടാൽ. അപ്പോൾ ചിലപ്പോൾ പണ്ടുള്ളവർ കണ്ടുപിടിച്ച ഒരു ഡേ ആയിരിക്കാം ഈ ഒരു ഡേ എന്ന് പറയുന്നത്. അതാകുമ്പോഴേക്ക് ഫുൾ അടിച്ച് വാരി തൂത്ത് ക്ലീൻ ആക്കുമല്ലോ. പണ്ടുള്ളവർ പഴമക്കാർ പറയണ എല്ലാ കാര്യത്തിലും ഒരുപാട് അർത്ഥങ്ങളാണല്ലോ ഉള്ളത്. അപ്പോൾ എന്തായാലും വീടും പരിസരമൊക്കെ വൃത്തിയായി. അപ്പോൾ ഒരു 4 മണി തൊട്ടേ അപ്പുറത്തെ വീട്ടിലെ അമ്മയൊക്കെ അവിടെ റോഡ് അവിടെയൊക്കെ തൂക്കണ സൗണ്ട് കേൾക്കുമായിരുന്നു. അപ്പോൾ ഒരു രസമല്ലേ എല്ലാവരും കൂടിയൊക്കെ എല്ലായിടും അടിച്ച് വാരി തൂത്ത് വൃത്തിയാക്കുമ്പോഴേക്ക്. പിന്നെ ഈ ഒരു സൈഡ് എന്നെക്കൊണ്ട് പറ്റൂല, എത്രയൊക്കെ വൃത്തിയാക്കിയാലും കുഞ്ഞു പുല്ലാണ്. അത് നമുക്ക് കൈകൊണ്ട് മാത്രമേ നുള്ളിപ്പിച്ചെടുക്കാനും പറ്റുള്ളൂ. പിന്നെ അവിടെ ഒരുപാട് തുമ്പ നിൽപ്പുണ്ട്, തുമ്പച്ചെടി. ഒരു തുമ്പച്ചെടിയെ ഞാൻ എവിടെ നിന്നോ കൊണ്ട് അവിടെ നട്ട് വെച്ചതാണ്. കഴിഞ്ഞ വർഷമാണ് ഞാൻ നട്ട് വെച്ചത്. ഈ വർഷം ഇപ്പോൾ ഇതിന് മുന്നേ ഒരുപാട് തുമ്പ അവിടെ പൊടിച്ച് നിൽപ്പുണ്ടായിരുന്നു. ഞാൻ പിന്നെ അതൊക്കെ പിഴുത് മാറ്റി കളഞ്ഞതാണ്. ഇപ്പം മഴ പെയ്തപ്പോഴേക്കും അതിൻ്റെ വിത്ത് വീണിട്ട് ഇഷ്ടംപോലെ തുമ്പച്ചെടി അവിടെ ആയി. അപ്പം ഞാൻ അതിനെ ഒന്നും തൊടാണ്ട് നിർത്തിയിരിക്കുകയായിരുന്നു. ഓണമാകുമ്പോഴേക്കും ആ ട്രഡീഷണലായിട്ടൊരു തുമ്പപ്പൂവെങ്കിലും കിട്ടുമല്ലോ എന്നുള്ള ഒരു അതിമോഹം കാരണം എനിക്കിപ്പോൾ
ഒരുപാട് തുമ്പയായി പൂത്തും തുടങ്ങിയിട്ടുണ്ട്. അടുത്ത മാസം ആകുമ്പോഴേക്ക് കുഴപ്പം കാണില്ല. ഇനി എന്തായാലും അധിക ദിവസം ഇല്ലല്ലോ ഓണത്തിന്. അങ്ങനെ വേണ്ട ഈ പുളിയാറില എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ഇവിടെ മൊത്തം ഇങ്ങനെ പടർന്ന് കിടക്കണത്. ചെറിയ അതിനെ ഒന്ന് എന്താ പറയുക, നമ്മളിങ്ങനെ നുള്ളിപ്പിച്ചെടുത്താലേ പറ്റുകയുള്ളൂ. ചെറിയൊരു ചെടിയല്ലേ, അപ്പം അതിനെല്ലാം ഒന്ന് നുള്ളിപ്പിച്ചൊക്കെ എടുത്ത് പിന്നെ ഈ ഒരു ഭാഗത്ത് ഫുൾ കാടായിട്ടുണ്ട്. എനിക്ക് പിന്നെ സമയം തികയാതെ വന്ന് ഇപ്പം തന്നെ 5:30 മണിയോളമായി. ഞാൻ ഒരു വിധമൊക്കെ അതിനൊന്ന് വൃത്തിയാക്കി. ഇനി ആട് കളയേണ്ട സമയമായി. അപ്പോൾ പഴയ ഒരു വട്ടി കിടന്നത് ഞാൻ കളയാണ്ട് വെച്ചിരിക്കുകയായിരുന്നു ആട് കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ വട്ടിയിലാണ് സാധാരണ അങ്ങനെ ചെയ്യണത്. അതിലേക്ക് നമ്മൾ അരപ്പാൻ വെക്കുമെന്ന് പറയും. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് അരപ്പാൻ എന്ന് പറയണത്. പിന്നെ ഇനി മുളക് വേണം, പുളി വേണം. അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ട് കുറച്ച് കുടംപുളിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 സാധനമായി. ഇനി വേണ്ടത് ഞാൻ പറഞ്ഞതുപോലെ മുളകാണ്. അപ്പോൾ വറ്റൽമുളക് ഉണ്ടായിരുന്നു. അങ്ങനെ ഇനി ആ വറ്റൽമുളകും കൂടെ അതിലേക്ക് വെച്ച്, അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് വേണ്ടത്. ഇനി പൊട്ടിയ ചട്ടി വേണം. അങ്ങനെ സത്യത്തിൽ ചെറിയൊരു സ്ക്രാച്ച് വന്നൊരു ചട്ടിയും ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അതിനെ അടിച്ച് പൊട്ടിച്ചെടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ ചട്ടിയും വെച്ച് പിന്നെ ഇനി വേണ്ടത് പഴയ ഓടിൻ്റെ കഷ്ണമൊക്കെ വെക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ എനിക്ക് അതൊന്നുമില്ല. ഓടിൻ്റെ കഷ്ണത്തിനൊക്കെ ഞാനെവിടെ പോകാനായിട്ട്, അതൊന്നും ഇവിടെയെങ്കിലും കിട്ടാൻ പോലും ഇല്ല. ഇപ്പോൾ ഓടിട്ട വീടുണ്ടെങ്കിലല്ലേ അതൊക്കെ കിട്ടുള്ളൂ. പിന്നെ പഴയ ഒരു ചൂല്, ഈ ഒരു ചൂലും ഞാൻ കളയാതെ വെച്ചിരിക്കുകയായിരുന്നു ഇങ്ങനെ ആട് കളയാൻ വേണ്ടി, അതിന് വേണ്ടിയായിട്ട്. അപ്പോൾ കുറേ നാളുകൊണ്ട് ഈ ചൂല് കളയേണ്ട സമയം കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു കാര്യം മാത്രം മനസ്സിൽ വിചാരിച്ച് വെച്ചിരുന്ന ഒരു ചൂലാണ്. അങ്ങനെ എൻ്റെ ആട് കളയേണ്ട സാധനങ്ങളൊക്കെ എത്തി. ഇത് നിന്നി നമ്മൾ നടന്നു പോണ വഴിയിൽ കൊണ്ട് കളയണമെന്നാണ്. നെഞ്ചും പിഞ്ചും പുറത്തേക്ക്, ആവണി ആവട്ടെ അകത്തേക്കെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ട് കളയാറ്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് അതിനെ കൊണ്ട് ആ ഒരു സൈഡിലേക്കിട്ട്. അപ്പോൾ ഈ ഒരു വർഷത്തെ നമ്മുടെ ഈ കർക്കിടകം അവസാനത്തെ ദിവസം ഈ ഒരു വർഷത്തെ എല്ലാ ദുരിതങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും കാര്യങ്ങളും എല്ലാം അടിച്ചു വാരി, വീട്ടിൽ ബാധിച്ചിരിക്കുന്ന സകല ദോഷങ്ങളും അടിച്ചു വാരി പുറത്ത് കളഞ്ഞ് ഇനിയാണ് കുളിച്ച് ഐശ്വര്യമായിട്ട് വിളക്ക് കത്തിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എല്ലാ ദിവസവും ഞാൻ ഒന്നാമത്തെ ദിവസം കർക്കിടക 1-ാം തീയതി മുതൽ ഓരോ ദിവസം വായിക്കുന്ന രാമായണവും ടി വിയിൽ ഇങ്ങനെ പ്ലേ ചെയ്യുമായിരുന്നു. അപ്പോൾ 31 ദിവസവും അതുപോലെ ചെയ്ത്, എനിക്ക് 32ാമത്തെ ദിവസം ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ഈ 32ാമത്തെ ദിവസത്തെ വീഡിയോ ഇങ്ങനെ രാമായണ പാരായണത്തിൻ്റെ വീഡിയോ ഞാൻ കുറേ തപ്പിയിട്ടും കിട്ടിയില്ല. സാധാരണ ഞാൻ MC ഓഡിയോസിൻ്റെ വീഡിയോ ആണ് ഇങ്ങനെ പ്ലേ ചെയ്യണത്. എനിക്ക് അവരുടെ ആ ഒരു മ്യൂസിക്കും സൗണ്ടും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇത് ഞാൻ MC ഓഡിയോസിൻ്റെ വീഡിയോ 31 ദിവസമേ ഉള്ളൂ, 32ാമത്തെ കാണാനില്ല. രാവിലെ ഞാൻ കുറേ തപ്പി കിട്ടിയില്ല. അപ്പോൾ പിന്നീട് എപ്പോഴും ഞാൻ നോക്കിയപ്പോഴേക്ക് വന്ന് കിടക്കുന്നുണ്ട്. അങ്ങനെ അത് അവരുടേതല്ല, വേറെ ആരുടേതോ ആയിരുന്നു. അങ്ങനെ 32ാം ദിവസത്തെ കിട്ടിയ സന്തോഷത്തിൽ ഞാൻ അത് അവിടെ പ്ലേ ചെയ്യണമുണ്ട്. പിന്നെ തൂത്തൊക്കെ വരികയല്ലോ. അപ്പോൾ പുകച്ചതിന് ശേഷം വിളക്ക് കത്തിക്കുകയാണ്. മുന്നേ ഞാൻ ഇതെല്ലാം തിരിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴെനിക്ക് FBയിലാണ് ആരോ കമൻറ്റ് ചെയ്തത്, ഈ കൊച്ചു ചെയ്യണ എല്ലാം തലതിരിച്ചാണല്ലോ എന്ന്. അതുകൊണ്ട് ഞാൻ ജവാദ് പൗഡറൊക്കെ ഇട്ടൊന്ന് തളിച്ച് പിന്നെ പുകച്ചതിന് ശേഷം ഇനി ഇതാ വിളക്ക് കത്തിക്കുകയാണ്. ചൂണ്ടുവിളക്ക് കണ്ടാണ് വിളക്ക് കത്തിക്കണത്. അങ്ങനെ വിളക്കെല്ലാം കത്തിച്ചിട്ട് ഇനി എന്ത് ചെയ്യണം, കേശു അവിടെ ഉറങ്ങാനായിട്ട് കിടന്ന്. അപ്പം ഞാൻ വിചാരിച്ചു മോൻ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, എടുത്ത് അകത്തുകൊണ്ട് കിടത്താനായിട്ട് പറ്റൂല. ഇനി എല്ലാ ലൈറ്റും അങ്ങിടും. സന്ധ്യയ്ക്ക് ഇതുപോലെ വിളക്ക് കത്തിച്ചിട്ട് ഫുൾ ലൈറ്റും അങ്ങിടുമ്പോഴേക്ക് ഭയങ്കര ഒരു വെട്ടവും വെളിച്ചവും, നമുക്ക് ആ സന്ധ്യ സമയവും നമ്മൾ രാവിലത്തെ സമയം പറയൂലേ, അതുപോലെ ഭയങ്കര ഒരു ഐശ്വര്യമായിട്ട് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ കുറേ നമ്മളിങ്ങനെ ഭംഗിക്കായിട്ടൊക്കെ കുറേ ഹാങ്ങിങ് ലൈറ്റും അതും ഇതൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അതെല്ലാം കൂടെ അങ്ങിട്ട് പിന്നെ വിളക്ക് കത്തിച്ച ആ ഒരു വെട്ടവും എല്ലാം കൂടെ ആകുമ്പോഴേക്കും നല്ല രസമാണ്, നല്ലൊരു പോസിറ്റിവിറ്റി തോന്നുകയും ചെയ്യും. അപ്പോൾ അതെല്ലാം ഒക്കെ ഇട്ട് വീടിനെ ഒന്ന് എന്നാൽ കഴിയണ വിധം ഐശ്വര്യമാക്കിയൊക്കെ വെച്ച് ഇനി നാളത്തെ ദിവസത്തേക്കുള്ള ഒരു കാത്തിരിപ്പാണ്. ചിങ്ങ 1-നായിട്ടുള്ളത് നല്ലൊരു ദിവസം ആയിരിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ കണ്ടില്ലേ, വീട് ഫുള്ള് വെട്ടവും വെളിച്ചമൊക്കെ ആക്കി. ഇനി ചായ ഇടണം. ചായ ഇട്ടപ്പോൾ കിച്ചു പഠിപ്പിക്കാൻ വന്ന് കേശുവിനെ. അപ്പോൾ കിച്ചുവിനൊരു ചായ ഇട്ട് കൊടുക്കണം. എനിക്കും ചായ കുടിക്കാനൊക്കെ ഉണ്ട്. കേശു ചെറിയൊരു പിണക്കത്തിലായിരുന്നു, ഉറങ്ങാൻ കിടന്നതാണ്.
അപ്പോഴാണ് കേശു എന്ന് കിച്ചു വന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പിണക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും നോക്കാതെ പഠിക്കാനായിട്ട് ഇരുത്തി. കാരണം ഒരുപാട് ഹോംവർക്ക് ഉണ്ടായിരുന്നു സ്കൂളിൽ നിന്ന്. അതൊക്കെ കിച്ചുവിനെ കൊണ്ടാണ് എഴുതിയിരിക്കണത്. പിന്നെ ഇനി കിച്ചുവും പഠിപ്പിച്ചിട്ട് പോയി, വീണ്ടും ഞാനും കൂടെ ഹോംവർക്ക് എഴുതി. പിന്നെ ഒരുപാട് ഒരു സ്ട്രെസ്സ് മോന് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് സ്കൂളിലെ ഹോംവർക്കും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം കിച്ചുവിനെ കൊണ്ട് വേറെ ഒന്നും പഠിപ്പിക്കാണ്ട് ആ ഹോംവർക്ക് മാത്രമേ എഴുതിക്കാറുള്ളൂ. അപ്പോൾ ചായ ഇട്ട് ഇപ്പോഴേ അവിടെ ഒരു ബഹളം കേൾക്കുന്നുണ്ട്. കേശുവിൻ്റെ കരച്ചിലും കാര്യങ്ങളും ഭയങ്കര ചിണുങ്ങക്കൊക്കെ കേൾക്കുകയാണ്. അപ്പോൾ ഇനൊന്ന് അങ്ങോട്ട് പോയി നോക്കി ഒന്ന് ആശ്വസിപ്പിക്കണം കേശുവിന്. വേണ്ട ചിണുങ്ങക്കോ കരച്ചിലും എല്ലാം ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇനി ഇതൊക്കെ കഴിഞ്ഞ് കേശു നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കേശുവിൻ്റെ അച്ഛൻ വന്ന് 9:30 ആയി ചേട്ടൻ വന്നപ്പോഴേക്ക്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഇന്നത്തെ ദിവസം നമ്മൾ അങ്ങനെ വീട്ടിൽ ആഹാരമൊന്നും വേവിച്ചതും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ ചേട്ടൻ പറഞ്ഞ് രാത്രി നമുക്ക് പുറത്ത് പോയി ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളിതാ പുറത്ത് പോകാനായിട്ട് ഇറങ്ങി ഫുഡ് കഴിക്കാനായിട്ട്. അങ്ങനെ ഇപ്പോൾ ഏകദേശം 10 നമ്മുടെ ഈ ഒരു ഏരിയയിലെന്ന് പറഞ്ഞാൽ രാത്രിയൊക്കെ ഇവിടേക്ക് നമ്മൾ തൂങ്കാ നഗരം സിനിമ പോലെയാണ്. രാത്രിയൊക്കെ ബൈപ്പാസിലോട്ട് ഇറങ്ങിയാൽ അവിടുത്തെ കടകളൊന്നും അടയ്ക്കാറേ ഇല്ലെന്ന് തോന്നുന്നു. 24 hours ഉണ്ടെന്ന് തോന്നുന്നു. രാത്രി ഇൻഫോസിസും ടെക്നോ പാർക്കും ഒക്കെ അടുത്ത് കിടക്കുകയില്ല. അതുകൊണ്ട് രാത്രി ഭയങ്കര രസമാണ് പുറത്തോട്ട് ഇറങ്ങുമ്പോഴേക്ക്. അപ്പോൾ ഹോട്ടലുകളൊക്കെ എല്ലാം സജീവമായിരിക്കും, ഭയങ്കര തിരക്കുമായിരിക്കും ഹോട്ടലിലെ എല്ലാ സ്ഥലത്തും. അങ്ങനെ ഞങ്ങൾ നേരെ ഇതാ ഒരു ഹോട്ടലിൽ വന്ന് അവിടെ നിന്ന് കേശുവിന് ബിരിയാണിയിൽ അവൻ ആരോ കൈവശം കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ അവന് ബിരിയാണി മതി. അപ്പോൾ എനിക്ക് ബിരിയാണിയിലോടുത്ത് രാത്രി അത്ര വലിയ താല്പര്യം തോന്നിയില്ല. അങ്ങനെ ഞാൻ കൊത്തു പൊറോട്ട മതിയെന്ന് പറഞ്ഞ് കുറേ ദിവസമായി കൊത്തു പൊറോട്ട കഴിച്ചിട്ട് അങ്ങനെ കേശുവിനുള്ള ബിരിയാണി വന്ന് എനിക്കുള്ള കൊത്തു പൊറോട്ടയും വന്നു. ചേട്ടൻ പിന്നെ പ്രത്യേകിച്ചൊന്നും ഓർഡർ ചെയ്തില്ല. കാരണം കേശു ഫുള്ള് കഴിക്കൂല. അപ്പോൾ അതിൻ്റെ ബാലൻസ് കാണും. അതുപോലെ തന്നെ കൊത്തു പൊറോട്ടയും എന്നെക്കൊണ്ട് മാത്രം കഴിക്കാനായിട്ട് പറ്റില്ല, ഒരുപാട് ക്വാണ്ടിറ്റി കാണുമല്ലോ. അപ്പോൾ അതിൻ്റെ ബാലൻസും കാണും. അങ്ങനെ ബാലൻസ് കഴിക്കാനായിട്ട് ചേട്ടൻ ഇരിക്കുകയാണ്. ഞങ്ങൾ വന്നപ്പോഴേക്കും നമ്മൾ സ്കൂട്ടറിലാണ് വന്നത്. വന്ന് കയറിയപ്പോഴേക്കും ഭയങ്കര മഴ. കാറിൽ വന്നാൽ മതിയായിരുന്നു, സ്കൂട്ടറിൽ വരുമ്പോൾ നല്ല രസമല്ലെന്ന് പറഞ്ഞാണ് സ്കൂട്ടറൊക്കെ എടുത്ത് വന്നത്. അപ്പോൾ ഇനി തിരിച്ച് ഇവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് കുറച്ച് സമയം എടുക്കും, മഴയും കാര്യമൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ കർക്കിടകത്തിൻ്റെ അവസാന ദിവസത്തെ വിശേഷങ്ങൾ. ഞങ്ങളുടെ വിശേഷങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളിത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം. അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോയും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.